നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു പോർഷനാണ് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് അറിയാം, ഇപ്പം ഇൻഡിവിജ്വൽ ആണെങ്കിലും HUF ആണെങ്കിലും കമ്പനി ആണെങ്കിലും ഫേം ആണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. നമുക്കൊരു ഡേറ്റ് ഉണ്ടല്ലേ, ഡ്യൂ ഡേറ്റ് കാണും. ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഇപ്പം ഈവൻ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് 0 ആണെങ്കിൽ കൂടിയും നമ്മൾ കമ്പൽസറി ആയിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പം വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഒരേ റിട്ടേൺ ആണോ, കമ്പനിയും ഒരേ റിട്ടേൺ ആണോ ഫയൽ ചെയ്യുന്നത്? അല്ല, ഓരോരുത്തർക്കും ഓരോ റിട്ടേൺസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഒരു 7 റിട്ടേൺസ് ആണ് പഠിക്കാനുള്ളത്. ഇൻകം ടാക്സ് റിട്ടേൺസ് ഒരു 7 എണ്ണം ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇൻകം അനുസരിച്ച്, ഓരോ പാർട്ടികളെ അനുസരിച്ച്, അതായത് ഓരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്ത്, അവർക്ക് കിട്ടുന്ന സോഴ്സ് ഓഫ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത്, അവരുടെ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ ഫയൽ ചെയ്യേണ്ട റിട്ടേണിൽ മാറ്റും. ഇപ്പം 50 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ITR 1 ആയിരിക്കും. ഇനി ഒരു ഫേം ആണ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവർ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ITR 5 ആണ്. അല്ലാണ്ട് അവർക്കൊരിക്കലും ITR 1 ഫയൽ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, അവരുടെ ഇൻകം എവിടെ നിന്ന്, അവരുടെ ഇൻകത്തിൻ്റെ സോഴ്സ് അനുസരിച്ച് അങ്ങനെ ഡിഫറെൻറ്റ് ITR ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു 7 എണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 7 റിട്ടേൺസും എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോന്നിനും ഏതൊക്കെയാണ് ആപ്ലിക്കബിലിറ്റി എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ 7 റിട്ടേൺസിൻ്റെയും പ്രത്യേകത പഠിച്ചു കഴിയുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസ് എന്ന് പറയുന്നൊരു പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചെറിയൊരു പോർഷനാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇൻകം ടാക്സ് റിട്ടേൺസ് ആർ പ്രിസ്ക്രൈബ്ഡ് ഫോം through which an assessee furnishes information about his income and taxes paid during the ഫിനാൻഷ്യൽ ഇയർ. ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഫോം ആണ്. ഇതേപോലെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, ഇൻകം, അങ്ങനെയുള്ളത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫോം ആണ് എന്ത്, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ആ ഫോമിനുള്ളിൽ അസസ്സി എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള അയാളുടെ ഇൻകത്തിനെ പറ്റിയും നേരത്തെ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുമുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതിനകത്ത് ഫർണിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അസസ്സിയുടെ നേച്ചർ അനുസരിച്ച്, അസസ്സിക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻകം ഉള്ളത്, സോഴ്സ് ഓഫ് ഇൻകം അനുസരിച്ച്, അതുപോലെ തന്നെ ഓരോ അസസ്സിയുടെയും സ്റ്റാറ്റസ്, ഇൻഡിവിജ്വൽ ആണോ, കമ്പനിയാണോ, HUF ആണോ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ആണോ എന്ന് നോക്കി, അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ITR ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ITR ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 7 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ആ 7 എണ്ണം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ITR 1. ITR 1നെ മറ്റൊരു പേര് പറയും സഹജ് എന്ന് പറയും. ഓക്കെ, ITR 1നെ സഹജ് എന്നും പറയും. ഇതാണ് റെസിഡന്റ് ഇൻഡിവിജ്വൽസിനുള്ള ഫോമാണ് ITR 1. അപ്പോൾ എല്ലാ റെസിഡന്റ് ഇൻഡിവിജ്വൽസിനും ഈ ഫോമാണ് ആപ്ലിക്കബിൾ. റെസിഡന്റ് ഇൻഡിവിജ്വൽസ് ആണ്. പിന്നെയും ഫിൽട്ടർ വരുന്നുണ്ട്. റെസിഡന്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അതുപോലെ തന്നെ 50 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ഇൻകം. അതായത് അവരുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന ITR 1 ഫയൽ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ITR ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ 50 ലക്ഷത്തിൽ താഴെ ഇൻകം ഉള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസ്. ഇനി ഈ 50 ലക്ഷത്തിലെ ഇൻകം എന്ന് പറയുമ്പോൾ അത് സാലറിയിൽ നിന്നുള്ള ഇൻകം ആവാം, ഹൗസ് പ്രോപ്പർട്ടി, പക്ഷേ എടുത്തു പറയുന്നുണ്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകമേ ആവുള്ളൂ. ഇപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നിന്നുണ്ട്, പക്ഷെ 2 ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം കാണിക്കുന്നുണ്ട്. 50 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. ദെൻ ഇൻകം 50 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ITR 1 ഫയൽ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇൻകം ഫ്രം സാലറിയിൽ നിന്നും, ഇൻകം ഫ്രം 1 ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഇൻകം, ഇങ്ങനെയൊക്കെയുള്ള ഇൻകത്തിൽ നിന്നുള്ള റെസിഡന്റ് ഇൻഡിവിജ്വലിന് 50 ലക്ഷത്തിൽ താഴെയാണ് ഇൻകം ഉള്ളതെങ്കിൽ then they can file ITR 1. ഓക്കെ,
പിന്നെയുമുണ്ട് കണ്ടീഷൻസ്. എന്താണ്? ഹൗഎവർ ഇറ്റ് എക്സ്ക്ലൂഡ്സ് ഇൻഡിവിജ്വൽ ഹു ആർ ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താലും അങ്ങനെയുള്ളൊരു ഇൻഡിവിജ്വൽ, അയാൾക്ക് സാലറി ഇൻകം ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകമേ ഉള്ളൂ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻട്രസ്റ്റ് ഇൻകവും എന്തെങ്കിലുമൊക്കെ ഉണ്ട്, 50 ലക്ഷത്തിൽ താഴെയാണ് അവർക്ക് വരുന്ന ഇൻകം, ഒക്കെ ശരിയാണ്, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എങ്കിലും അയാൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ ഈ ITR അയാൾക്ക് ആപ്ലിക്കബിൾ ആവില്ല. അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറ്റില്ല. ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ഓക്കെയാണ്, പക്ഷേ 5000 രൂപയിൽ താഴെ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ള ഒരാൾക്ക് ഇവിടെ ITR ഫയൽ ചെയ്യാൻ പറ്റൂ. ഇതെന്ന് പറയുന്നത് മെയിൻലി ITR 1 എന്ന് പറയുന്നത് സാലറീഡ് ഇൻഡിവിജ്വൽസിനുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഫയൽ ചെയ്യുന്നത് ITR 1 ആണ്. ഓക്കെ. അതായത് അവർക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇൻകം പ്രൊഫൈലാണ്, അവർക്ക് മറ്റധികം ഒരുപാട് ഇൻകംസ് ഒന്നും ഇല്ല. ആകെ ഉള്ളത് ഈ ഒരു ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഒരു ഹെഡിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൗസ് പ്രോപ്പർട്ടി, അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയ്ക്ക് താഴെ അഗ്രികൾച്ചറൽ ഇൻകം കിട്ടുന്നുണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ്, അതായത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഇൻകം, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അറിയാൻ പറ്റുന്ന കുറച്ച് ഇൻകത്തിൽ നിന്നുള്ള വരുമാനമുള്ള ഒരു നോർമൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ് ITR 1 ഫയൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഫയൽ ചെയ്യുന്നത് ITR 1 ആണ്. ഓക്കെ. അപ്പൊ ITR 1ന്റെ പ്രത്യേകത എന്താണ്? ഒന്നും കൂടി പറയാം. ITR 1 എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിട്ടേൺ ആണ്. റെസിഡന്റ് ഇൻഡിവിജ്വൽസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. റെസിഡന്റ് ഇൻഡിവിജ്വൽസ് മാത്രം ആവാൻ പാടില്ല. പിന്നെന്താണ്? 50 ലക്ഷം രൂപയിൽ താഴെ ടോട്ടൽ ഇൻകം ഉള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന 50 ലക്ഷം രൂപ ഇൻകം കിട്ടുന്നത് ഇൻകം ഫ്രം സാലറിയിൽ നിന്നോ, ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നോ, ഇൻകം ഫ്രം അതർ സോഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഇൻകം, അങ്ങനെയുള്ള ഇൻകത്തിൽ നിന്നായിരിക്കണം. അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. മറ്റുള്ള ഒരു കാര്യങ്ങളും, അതായത് ക്യാപിറ്റൽ ഗെയിനോ ഫോറിൻ ഇൻകമോ ഒന്നും ഉള്ള ആളാവരുത്. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഒന്നും ഹോൾഡ് ചെയ്യുന്ന ആളാവരുത്. ഒരു കമ്പനിയുടെ ഡയറക്ടറും ആവാൻ പാടില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഈ ITR ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് പ്യുവർലി സാലറീഡ് ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ഇൻകം പ്രൊഫൈൽ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഫോമാണ് എന്ത്? ITR 1. അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സഹജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ITR 1 അതേ ഉള്ളൂ. അപ്പോൾ മെയിൻലി അത് ആർക്ക് വേണ്ടിയിട്ടാണ്? റെസിഡന്റ് ഇൻഡിവിജ്വൽസിനാണ്, സാലറീഡ് ഇൻഡിവിജ്വൽസിനാണ്. അവിടെ എടുക്കുന്ന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഇൻകം, ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ലെസ് ദാൻ 5000. ഇത്രയും ഉണ്ടെങ്കിൽ, ഇതൊക്കെയാണ് ഓക്കെ ആണെങ്കിൽ ITR 1 ഫയൽ ചെയ്യാം. ദെൻ ITR 2, ITR ഇൻകം ടാക്സ് റിട്ടേൺ 2, ITR 2 എന്ന് പറയുന്ന ഫോം ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ? ITR 2 ഈസ് ആപ്ലിക്കബിൾ ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. നമ്മുടെ ITR 1 പറയാത്ത ബാക്കിയുള്ള ഇൻഡിവിജ്വൽസിന്, നമ്മൾ ITR 1 റെസിഡന്റ് ഇൻഡിവിജ്വൽസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് അവിടെ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ഇൻഡിവിജ്വൽസ് എല്ലാം ITR 2 വരും. ഓക്കെ. അപ്പോൾ ITR 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആണ്, HUFനും ആപ്ലിക്കബിൾ ആണ്. ഹു ഡു നോട്ട് ഹാവ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. എന്താണ്? ഇൻഡിവിജ്വൽസിനും HUFനും, അതായത് PGBP എന്ന് പറയുന്ന ഹെഡിൽ നിന്നും വരുമാനം ഉണ്ടാവാത്ത ഇൻഡിവിജ്വൽസിനും HUFനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിട്ടേൺ ആണ് ഇൻകം ടാക്സ് റിട്ടേൺ 2. അതായത് ഒരു ഇൻഡിവിജ്വലിന് സാലറിയിൽ നിന്ന് വരുമാനമുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി വരുമാനമുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ വരുമാനമുണ്ട്, അതർ സോഴ്സ് വരുമാനമുണ്ട്. ITR 2 ഫയൽ ചെയ്യാം. കാരണം ഇവർക്ക് ITR 1 പറ്റില്ല, കാരണം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പം എന്തായാലും ITR 1 പറ്റില്ല, ITR 2 എടുക്കാം. ഇവിടെ ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ചിലപ്പോൾ അത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ്, ക്യാപിറ്റൽ ഗെയിനും ഇല്ലായിരുന്നെങ്കിൽ ITR 1, 50 ലക്ഷത്തിൽ താഴെ ഇൻകം ഉള്ളെങ്കിൽ ITR 1 എടുക്കാം. സോ ഇവിടെ ക്യാപിറ്റൽ. ഇനി ഇവിടെ ഇയാൾക്ക് തന്നെ PGBPയിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ ഇയാൾക്ക് ITR 2 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസോ HUFനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിട്ടേൺ ആണ് ITR 2. പക്ഷേ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനം ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽസിനും HUFനും ITR 2 ഫയൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് സെപ്പറേറ്റ് ITR ഉണ്ട്.
PGBP-യിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽസിനും HUF-നും സെപ്പറേറ്റ് ITR ഉണ്ട്. അവർ ITR 2-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട. ITR 2 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് PGBP-യിൽ നിന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ ഹെഡ്സിൽ നിന്നും ഇൻകം ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും HUF-നും ITR 2 ഫയൽ ചെയ്യാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ സോഴ്സസ് ഓഫ് ഇൻകം കവേർഡ് അണ്ടർ ITR 1. ITR 1-ൽ പറഞ്ഞ എല്ലാ സോഴ്സസും നമുക്ക് ITR 2-ലും കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. അലോങ് വിത്ത് ക്യാപിറ്റൽ ഗെയിൻ, മോർ ദാൻ 1 ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഫോറിൻ അസറ്റ് ഓർ ഫോറിൻ ഇൻകം. നമ്മൾ ITR 1 പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാൻ പാടില്ല. ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നേ ഇൻകം ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. അപ്പം നമുക്ക് ഒരു ചോദ്യം അവിടെ വരാം, ഞാൻ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് സാലറി ഇൻകം ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി എനിക്ക് 2 എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഞാൻ എവിടെ കൊണ്ടൊന്ന് ഫയൽ ചെയ്യും? എനിക്ക് ITR 1 പറ്റില്ല. ഉണ്ട്, വേറെ ITR ഉണ്ട്, അതാണ് ITR 2. അതായത് ITR 1-ലുള്ള ഇപ്പം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് സാലറി ഇൻകം ഉണ്ട്, ഒരു ഹൗസ് പ്രോപ്പർട്ടിയേ ഉള്ളൂ, ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. അപ്പം എന്ത് ചെയ്യാം? ITR 2 ഫയൽ ചെയ്യാം, അല്ലേ? അപ്പം ITR 1-ൽ പറയുന്ന എല്ലാ സോഴ്സസും ITR 2-ലും കവേർഡ് ആണ്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഇൻകം ഉണ്ടെങ്കിലും ITR 2 ഫയൽ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ITR 2 ആപ്ലിക്കബിൾ ആക്കാം. അതുപോലെ തന്നെ ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ITR 2-ൽ കവേർഡ് ആയി പോവും. അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയ്ക്ക് കൂടുതലുള്ള അഗ്രികൾച്ചറൽ ഇൻകം ITR 2-ലാണ് കവർ ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൈ ഇൻകം, അതായത് ഇൻവെസ്റ്റേഴ്സ്, NRIs, ഇൻഡിവിജ്വൽസ്, അങ്ങനെ ഒരുപാട് ഇൻകം സോഴ്സസ് ഉള്ള ഇൻഡിവിജ്വൽസിനും HUF-നും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ITR. അപ്പോൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നോക്കണം നമ്മൾ എന്ത് അസസ്സിയാണ്, ഇൻഡിവിജ്വൽ ആണോ HUF ആണോ. ദെൻ നോക്കുക നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എവിടെ നിന്നൊക്കെയാണ്. അപ്പം ഒരു ഹൗസ് പ്രോപ്പർട്ടിയേ ഉള്ളൂ, സാലറിയോ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ITR 1 ഓപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, സാലറി ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ITR 2 ഓപ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ടൈപ്പ് ഓഫ് അസസ് ഏതാണെന്ന് നോക്കുക, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം നോക്കുക, അത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ITR ആണ് ഫയൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. സോ അപ്പോൾ ITR 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനും HUF-നും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ITR 1-ൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻകവും ITR 2-ലും ആപ്ലിക്കബിൾ ആണ്. അതായത് 50 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് വേണമെങ്കിൽ ITR 2 ഫയൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ദെൻ എന്താണ്? സാലറി ഇൻകവും ITR 2-ൽ ഫയൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഈ ITR 2-ൽ ഫയൽ ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിലും ഫയൽ ചെയ്യാം. ഫോറിൻ ഇൻകം ഉണ്ടെങ്കിലും ഫയൽ ചെയ്യാം. അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതലുണ്ടെങ്കിലും ഫയൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആകെ ഫയൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഇൻഡിവിജ്വൽസിനും HUF-നും PGBP, ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിവിടെ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതിന് സെപ്പറേറ്റ് ITR ഉണ്ട്. അത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം. സോ ITR 2 ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ITR 3, ഇൻകം ടാക്സ് റിട്ടേൺ 3. ഇതും ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽസിനും HUF-നും ആണ്. നമ്മൾ ITR 2 പഠിച്ചപ്പോൾ പറഞ്ഞു ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനം ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽസിനും HUF-നും ITR 2 ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ITR 1-ഉം ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയുള്ളതാണ് ITR 3. ITR 3 is designed for individuals and HUF having income from business or profession. പ്രൊഫഷണൽസിനും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ITR 3 വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രൊഫഷണൽസ് സച്ച് ആസ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, freelancers and sole proprietors as well as partners in firms. The return requires disclosure of profit and loss statement, balance sheet details, audit information if applicable. It includes all other sources of income including capital gain, income from house property. എന്താണ് ഇതിനകത്ത്? സെപ്പറേറ്റ് ബിസിനസ്സിൽ നിന്നും പ്രൊഫഷനിൽ നിന്നും ഇൻകം ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വലും HUF-ഉം ITR 3 തന്നെ ഫയൽ ചെയ്യാൻ പറയാൻ കാര്യം, ITR 3-യുടെ അകത്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും എല്ലാം ഇതിനകത്ത് കാണിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സെപ്പറേറ്റ് ITR. ഈ പറയുന്ന ITR 2-ലും 1-ലും ഒക്കെ പറഞ്ഞ മറ്റുള്ള സോഴ്സുകൾ ഇവിടെയും കാണിക്കുക. അതായത് ഒരു ഇൻഡിവിജ്വലിന് 5 ഹെഡിൽ നിന്നും വരുമാനം ഉണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും ITR 3 ആണ് ഫയൽ ചെയ്യേണ്ടത്. കാരണം എന്താണ്?
5 ഹെഡിൽ നിന്നുണ്ടെന്ന് പറയുമ്പം സാലറി മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ITR 1 എടുക്കായിരുന്നു. ഒരു ഹൗസ് പ്രോപ്പർട്ടിയും സാലറി മാത്രമാണെങ്കിലും നമുക്ക് ITR 1 എടുക്കാം. 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നേരെ എങ്ങോട്ട് വരും, ITR 2 ആവും. ദെൻ ക്യാപിറ്റൽ ഗെയിനും സാലറിയും ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ITR 2 എടുക്കാം. ക്യാപിറ്റൽ ഗെയിനും സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും അതർ സോഴ്സും ആണെങ്കിലും ITR 2 എടുക്കാം. ഈ 5 ഹെഡ്, അതായത് സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതർ സോഴ്സ് ഉണ്ട്, ഒപ്പം PGBPയിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ITR 3 ഓപ്റ്റ് ചെയ്യണം. ITR 3യിൽ ബിസിനസ്സിലും പ്രൊഫഷണലിൽ നിന്നുള്ള ഇൻകം മാത്രമല്ല, മറ്റെല്ലാ സോഴ്സിൽ നിന്നുള്ള ഇൻകവും ഇവിടെ കാണിക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ കാണിക്കാം, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകമുണ്ടോ കാണിക്കാം, സാലറിയിൽ നിന്നുണ്ടോ കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻകം ITR 3 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനും HUFനും വേണ്ടി തന്നെയാണുള്ളത്. ബിസിനസ്സിൽ നിന്നും പ്രൊഫഷണലിൽ നിന്നും വരുമാനമുള്ള ഇൻഡിവിജ്വൽസിനും HUFനും വേണ്ടിയിട്ടാണ് ITR 3 ഫയൽ ചെയ്തത് എന്നും പറഞ്ഞ് അവിടെ PGBPയിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല കാണിക്കാൻ പറ്റുന്നത്, മറ്റുള്ള സോഴ്സസിൽ നിന്നുള്ള വരുമാനങ്ങളും അവിടെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അടുത്തത് ITR 4. ITR 4നെ നമ്മൾ ITR 1ന് സഹജ് എന്ന് വിളിച്ചതുപോലെ ITR 4നെ നമുക്ക് സുഖം എന്നുള്ളൊരു പേരുണ്ട്. ഇതും ഇൻഡിവിജ്വൽസിനും HUFനും ഫേമും, ഇവിടെ ഇൻഡിവിജ്വൽസും HUFും മാത്രമല്ല ഫേമും ഉണ്ട്. LLP അല്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ല, അല്ലാത്ത ഫേംസ്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള, ഇത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. അതെന്താണെന്നൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസും HUFും ഫേമും അതർ ദാൻ LLP ഫേംസും ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് എന്ത്, ITR 4. ഇതും നമ്മുടെ ITR 1 പറഞ്ഞ പോലെ തന്നെ 50 ലക്ഷത്തിൽ താഴെ ടോട്ടൽ ഇൻകം വരുന്നവർ വേണം ഇത് ഫയൽ ചെയ്യാൻ. അതുപോലെ തന്നെ ഇവർ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ഒരിക്കലും ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് ബിസിനസ്സിൽ നിന്നുള്ള ടേൺ ഓവർ 2 കോടിക്ക് ഉള്ളിലായിരിക്കണം, അല്ല പ്രൊഫഷൻ ആണെങ്കിൽ 50 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ITR 4 ഫയൽ ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞ് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു പോയാൽ ITR 4 അല്ല ഫയൽ ചെയ്യേണ്ടത്, അവർക്ക് വേറെ ITR ഉണ്ട്. അപ്പോൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്ന മിക്കവാർക്കും ഈ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ ആയിരിക്കും എപ്പോഴും സെയിലൊക്കെ വരുന്നത്. എന്താണെങ്കിലും ITR 4 ആപ്ലിക്കബിൾ ആവുന്നത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, HUFനും ഫേമിനും ഇൻഡിവിജ്വൽസിനും ഒക്കെയാണ് ITR 4 ആപ്ലിക്കബിൾ ആവുന്നത്. ഇവിടെയും ടോട്ടൽ ഇൻകം, ഇവിടെയും ITR 4 എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണമെങ്കിൽ അവരുടെ ഇൻകം, ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം ബിസിനസ്സിൽ നിന്നുള്ള ടേൺ ഓവർ ഒരിക്കലും 2 കോടിയിൽ കൂടാൻ പാടില്ല. പ്രൊഫഷണൽ നിന്നുള്ള ടേൺ ഓവർ ഒരിക്കലും 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ, however, this form is not suitable for directors in a company or those having foreign asset or income. It offers ease of filing for small business and professionals. എന്താണ് ഈ നേരത്തെ നമ്മുടെ സഹജിൽ പറഞ്ഞ പോലെ തന്നെ സുഖത്തിലും ഉണ്ട്. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ ഒരിക്കലും ഈ ഫോം ഫയൽ ചെയ്യാൻ പറ്റില്ല. ഫോറിൻ അസറ്റോ അതുപോലെ തന്നെ ഫോറിൻ ഇൻകമോ ഉള്ളവർക്ക് ഇത് പറ്റില്ല. അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽസിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിട്ടേൺ ആണ് ITR 4. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ടേൺ ഓവർ എന്നാണ് പറയുന്നത്, ടോട്ടൽ ഇൻകം അല്ല. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ്. 2 കോടിയിലധികം സെയിൽസ് ഉള്ള ആൾക്കാർക്കോ 50 ലക്ഷത്തിൽ കൂടുതൽ പ്രൊഫഷണൽ ഇൻകം ഉള്ള ആൾക്കാർക്കോ ഇത് ഫയൽ ചെയ്യാൻ പറ്റില്ല. അത് നമുക്കറിയാമല്ലോ, കാരണം 50 ലക്ഷത്തിൽ താഴെ, ഇവിടെ സെയിൽസ് 2 കോടിക്ക് പുറത്തു പോയ പ്രോഫിറ്റ് എന്ന് പറയുന്നതിനനുസരിച്ച് നോക്കുമ്പോൾ എന്തായാലും 50 ലക്ഷം കഴിയും. സോ അതുകൊണ്ടാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 50 ലക്ഷത്തിൽ താഴെ ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം വഴി സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും HUFനും ഫേംസിനുമാണ് ഈ ITR ഫയൽ ചെയ്യാൻ ഉള്ളത്. അവർ ഫയൽ ചെയ്യണമെങ്കിൽ തന്നെ ബാക്കിയുള്ള ഈ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. അതായത് 50 ലക്ഷത്തിൽ കൂടുതൽ അവർക്ക് വരുമാനം ഉണ്ടാവാൻ പാടില്ല.
അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്ന 2 കോടി കഴിയാൻ പാടില്ല. പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ 50 ലക്ഷം കഴിയാൻ പാടില്ല. അതുപോലെ തന്നെ ഫോറിൻ ഇൻകോ ഫോറിൻ അസറ്റോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവിടെയുള്ള ആൾക്കാർ ഒരു കമ്പനിയുടെ ഡയറക്ടറോ ഒന്നും ആവാൻ പാടില്ല. അങ്ങനെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അവർക്ക് ITR 4 ഫയൽ ചെയ്യാം. ഓക്കെ, ഇനി ITR 5. ഓക്കെ, 5ാമത്തതാണ് ITR 5. ഇത് ആർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ITR 5 എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം, LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇത് ഇൻഡിവിജ്വൽസിനും HUFനും കമ്പനീസിനും ആപ്ലിക്കബിൾ അല്ല. ബാക്കി എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വൽസിനും HUFനും നമ്മൾ സ്പെസിഫിക്കലി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞു. കമ്പനിയുടെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാം. ഇൻഡിവിജ്വൽസിനും HUFനും കമ്പനീസിനും ഇത് ആപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള പാർട്ട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ, LLP ആയിക്കോട്ടെ, AOP ആയിക്കോട്ടെ, BOI ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ, അവർക്കൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോമാണ് എന്ത്? ITR 5. ബിസിനസ് ട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്ത്? ITR 5. ഇറ്റ് റിക്വയർസ് detailed financial information include balance sheet and profit and loss account and audit report wherever applicable. It is suitable for non-corporate entities engaged in business having other forms of income. എന്താണ് ഇതിനകത്തും ഈ പറയുന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട് ITR 5. കാരണം പാർട്ട്ണർഷിപ്പ് ഫേം എല്ലാവരും ഉണ്ടല്ലോ. AOP ഉണ്ട്, BOI ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇൻഡിവിജ്വൽ HUFും കമ്പനി ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ബിസിനസ് റൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഫേം ഈ പറയുന്ന P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ITR 5 ഈ പറയുന്ന ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അതും എല്ലാം ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും ഈ ITR 5 സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബിസിനസ് ഇൻകം ഉണ്ട്, പക്ഷെ അതൊരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് ഫേം അതെന്താണ്? കോർപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയാണ്. ഓക്കെ, ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസുകളൊക്കെ ബിസിനസ്സുകൾ നടത്താറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് അവർ ITR 5 ഫയൽ ചെയ്ത് വേണം കാണിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ITR 6. ITR 6 ആണ്. ITR 6 ഈസ് മെന്റ് ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ കമ്പനീസ്. ആർക്കുള്ളതാണ് ITR 6? കമ്പനീസിന് ഉള്ളതാണ്. അതർ ദാൻ ദോസ് ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 11. അതായത് ചില കമ്പനീസ് ഉണ്ട്, ചില കമ്പനീസ് ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ചില പ്രോപ്പർട്ടി എവിടെയെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യും. അങ്ങനെയുള്ള ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന് വരുമാനം നേടുന്ന കമ്പനികൾ ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല ITR 6. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഹോൾഡ് ചെയ്ത് അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ അവർക്ക് ITR 7 ആണ്. ഇതെന്ന് പറയുന്നത് ബാക്കിയുള്ള കമ്പനീസിനെല്ലാം ITR 6 ആണ്. ഓക്കെ, this form is used by private limited and public limited companies and must be filed electronically with a digital signature. Companies are required to report income from all sources, deductions, tax computation and detailed financial statements. എന്താണ്? പ്യുവർലി കമ്പനീസിന് മീൻ ചെയ്തിട്ടാണ്. കമ്പനീസിൻ്റെ എല്ലാ സോഴ്സിൽ നിന്നുള്ള ഇൻകവും ഈ ITR 6 കാണിക്കാം. അതുപോലെ തന്നെ അവരുടെ എല്ലാ ടാക്സ് കാൽക്കുലേഷനും ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഇവിടെ കാണിക്കണം. അവരിത് ഇലക്ട്രോണിക്കലി തന്നെ ഫയൽ ചെയ്യണം, ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് തന്നെ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ITR 6 ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കമ്പനി, അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ITR 6 അവർക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കമ്പനീസിനും, എല്ലാ ഹെഡിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന എല്ലാ കമ്പനീസിനും ITR 6 ഫയൽ ചെയ്യാം. ദെൻ ITR 7 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺസ് ഇൻക്ലൂഡിങ് കമ്പനീസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. കമ്പനീസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ITR 7, who are required to furnish returns under section specific
Provisions such as section 139(4)(a), 139(4)(b), 139(4)(c) and 139(4)(d). It includes charitable or religious trusts, political parties, educational institutions and research organization. The return must provide details of income application, exemption claimed and complaints. എന്താണ് കമ്പനീസ് ഉൾപ്പെടെ എല്ലാ അസസിക്കും, അതായത് എല്ലാ പേഴ്സൺസിനും ITR 7 ഫയൽ ചെയ്യാം. പക്ഷേ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ട്രസ്റ്റ് ആയിരിക്കണം. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെ ട്രസ്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ കമ്പനിയായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്തത്, പക്ഷെ അവരുടെ മെയിൻ കാര്യം സയൻറ്റിഫിക് റിസർച്ച് ആയിരിക്കും. യൂണിവേഴ്സിറ്റീസും കോളേജസും ഉണ്ട്, അവരും റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ. അങ്ങനെയുള്ള എല്ലാ അസസീസിനും ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് ITR 7. ഇപ്പോൾ റിലീജിയസ് ട്രസ്റ്റുകൾ കാണും, ചാരിറ്റബിൾ. ITR 6 നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ ഹോൾഡിങ്സ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തിട്ട് അതിനകത്തു നിന്നുള്ള ഇൻകം ഉള്ള കമ്പനീസുകളുണ്ട്. അവരെന്ത് ചെയ്യണം? ITR 7 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ച് ഓർഗനൈസേഷൻസ്, ചാരിറ്റബിൾ, റിലീജിയസ് ട്രസ്റ്റ്, അങ്ങനെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അവർ ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്തത്, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ AOA ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ പേഴ്സൺസിനും ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് ITR 7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് റിട്ടേൺ ഈ 7 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻകം ടാക്സ് റിട്ടേൺ 7 ഉള്ളൂ. അപ്പോൾ ഒന്ന് എന്താണ് സഹജ് ITR 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനും HUFനും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ എന്ത് PGBPയിൽ നിന്നുള്ള ഇൻകം കാണിക്കാൻ പറ്റില്ല. ITR 3 എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വൽസിനും HUFനും തന്നെയാണ്. അവിടെ എന്ത് കാണിക്കാം? PGBPയിൽ നിന്നുള്ള ഇൻകം കാണിക്കാം. ITR 4 പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക്. ITR 5 ബാക്കി ഫേംസ്, LLP അങ്ങനെയുള്ളവർക്കൊക്കെ. ITR 6 കമ്പനീസ് എക്സെപ്റ്റ് ദോസ് ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് അങ്ങനെയുള്ള കമ്പനീസ് ഒഴികെ ബാക്കിയുള്ളവർക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചാരിറ്റബിൾ, റിലീജിയസ് ട്രസ്റ്റ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെയുള്ളവർക്കൊക്കെ ITR 7. സോ ഇത്രയുമാണ് ഇൻകം ടാക്സ് റിട്ടേൺ. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വേണ്ടതെന്നാണ് പാൻ കാർഡ് വേണം, അല്ലേ? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ വേണം. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ITR ഒരു 7 ഉണ്ട്. ഓരോന്നും എന്തിനൊക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഈ ITRുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question, which ITR form is meant for individuals or HUF having income from business or profession? ഏത് ITR ഫോം ആണ് ഇൻഡിവിജ്വൽസിനും HUFനും ആപ്ലിക്കബിൾ? അതായത് ബിസിനസ് ഇൻകവും അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള ഇൻഡിവിജ്വൽസിന് HUFനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ITR ഏതാണ്? ITR 1 എന്താണ്? ഇൻഡിവിജ്വൽസിന് മാത്രമാണ്, HUFന് ആപ്ലിക്കബിൾ അല്ല. അപ്പോഴേ അത് വിടാം. ITR 2 ഇൻഡിവിജ്വൽസിനും HUFനും ആപ്ലിക്കബിൾ ആണ്, പക്ഷേ PGBPയിൽ നിന്നുള്ള വരുമാനം അവിടെ ആപ്ലിക്കബിൾ അല്ല. ITR 3 ആണ് ഇൻഡിവിജ്വൽസിനും HUFനും ആപ്ലിക്കബിൾ ആകുന്നത്. ദെൻ അവർക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കബിൾ ആവുന്ന ITR ആണ് ഇത്, ITR 3. സോ ആൻസർ ഇസ് ഓപ്ഷൻ C, ITR 3. Next, which ITR form is applicable to companies not claiming exemption under section 11? ഏതാണ്? കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള 2 ITR ആണുള്ളത്. ഏതാണ്? 7ഉം 6ഉം. അതിനകത്ത് 7 പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? ചാരിറ്റബിൾ അങ്ങനെയുള്ള കമ്പനീസിനൊക്കെയാണ്. ബാക്കിയുള്ള എല്ലാ കമ്പനീസിനും ഈ എക്സംഷൻ അണ്ടർ 11 എന്ന് പറയുമ്പോൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കമ്പനീസിന് വരുന്ന എക്സംഷൻ ആണ്, അല്ലേ? അപ്പോൾ എക്സംഷൻ കിട്ടാത്ത കമ്പനീസിനൊക്കെ ആപ്ലിക്കബിൾ ആവുന്ന ITR ഏതാണ്? ITR 6 കമ്പനീസിന് ആപ്ലിക്കബിൾ ആവുന്നത്, അല്ലേ? ITR 6. Next, which of the following forms can be used by an individual with presumptive income under section 44 AD? എന്ന ഏത് ITRലാണ് പ്രിസംപ്റ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? ഒറ്റ ITR ഉള്ളതല്ലേ? ITR 4 ആണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം പ്രകാരം ഫയൽ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ C. Next, ITR 7 is applicable to which of the following?
ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ITR 7. കമ്പനീസ് വിത്ത് ബിസിനസ് ഇൻകം ഉള്ള കമ്പനീസ് ITR 6 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. LLPs അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്? ITR 5 ആണ്. ഇൻഡിവിജ്വൽസ് വിത്ത് ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്? ITR 2 ITR 3 ആണ്. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏതാണ്? ITR 7 ആണ്. സോ ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നെക്സ്റ്റ്, ആൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് എ ഡയറക്ടർ ഇൻ എ കമ്പനി കനോട്ട് ഫയൽ വിച്ച് ITR ഫോം. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഫയൽ ചെയ്യാൻ പറ്റാത്ത ITR ഏതാണ്? ഇൻഡിവിജ്വലിന് ഫയൽ ചെയ്യാൻ പറ്റാത്ത ITR ഏതാണ്? ITR 1 അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ഡി, ITR 1. നെക്സ്റ്റ്, which ITR form is suitable for a person having foreign asset or foreign income? ITR 1 ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ ഉണ്ടെങ്കിൽ പറ്റില്ല. ITR 4 പറ്റില്ല അല്ലേ? പിന്നെ ITR 2 ആർക്ക് പറ്റും? നമുക്ക് ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ പറ്റും. സോ ITR 2 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ആൻസർ ITR 2. ITR 5 is not applicable to which of the following? ആർക്കാണ് ITR 5 ആപ്ലിക്കബിൾ അല്ലാത്തത്? LLP ആപ്ലിക്കബിൾ ആണ്, AOP ആപ്ലിക്കബിൾ ആണ്, HUF ആപ്ലിക്കബിൾ അല്ല, BOI ആപ്ലിക്കബിൾ ആണ്. ഇൻഡിവിജ്വൽസിനും HUFനും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. ITR 5 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫേംസ്, LLPs, AOP, BOI, ബിസിനസ് ട്രസ്റ്റുകൾ അവർക്കൊക്കെയാണ് ITR 5 അല്ലേ? HUFന് സെപ്പറേറ്റ് ഉണ്ട്. സോ ഇവിടെ ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ HUF ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, HUF. നെക്സ്റ്റ്, which ITR form can be used by an educational institution? ഏതാണ്? ഏത് ITR ആണ്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾസ്, കോളേജസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് അവർക്കൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ITR ഏതാണ്? ITR 7 ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ITR 7. ഈ 7 എന്തിനാണെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ വലിയ ടാസ്ക് ഒന്നും ഇല്ല ഇതിനകത്ത്. A freelancer with income exceeding 50 lakh should be filed which ITR form? Freelancer എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം he must be a അല്ലെങ്കിൽ she must be a professional അല്ലേ? അപ്പോൾ 50 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ള ഒരു പ്രൊഫഷണലിന്റെ ഇൻകം. അപ്പോൾ 50 ലക്ഷത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞപ്പോഴേ എന്താണ്? ഒന്നുമല്ല, അതുപോലെ തന്നെ 4 അല്ല അല്ലേ? പിന്നെ ഉള്ളത് 2, 3 ആണ്. ഇതിനകത്ത് 2 നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഇൻകം വരുന്നുണ്ട്. 2-നകത്ത് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം പ്രൊഫഷൻ നമുക്ക് അതിനകത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഏത് വരും? ITR 3 ഇൻഡിവിജ്വലിന് ആപ്ലിക്കബിൾ ആണ്. ബിസിനസ് ഇൻകം കാണിക്കാം, മറ്റുള്ള എല്ലാ ഇൻകവും കാണിക്കാം, 50 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും കാണിക്കാം അല്ലേ? സോ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി, ITR 3. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. Which of the following statements about ITR 1 are correct? ITR 1 സഹജമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് വൺ, it is applicable to resident individuals with total income up to 50 lakh. 50 ലക്ഷം രൂപ വരെ വരുമാനമുള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ITR ആണ് ITR 1. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? Second one, it can be used by individuals having capital gain. Capital gain ഉള്ള ഇൻഡിവിജ്വൽസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് അതർ സോഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഇൻകം, ഇത്രയുള്ളവർക്ക് മാത്രമേ ITR 1 ഫയൽ ചെയ്യാൻ പറ്റൂ. സോ ക്യാപിറ്റൽ ഗെയിൻ അവിടെ പറ്റത്തില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം ഫ്രം സാലറി, വൺ ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് അതർ സോഴ്സ്. ശരിയല്ലേ? ശരിയാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് എ ഡയറക്ടർ ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ഈ ITR യൂസ് ചെയ്യാം, ഈ ITR ഫയൽ ചെയ്യാം. പറ്റത്തില്ല. എടുത്തു പറയുന്നുണ്ട് ITR 1 ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഫയൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ITR 2 ഓപ്റ്റ് ചെയ്യാം അല്ലേ? സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇവിടെ ഏതൊക്കെയാണ് അപ്പോൾ ശരി? 1ഉം 3ഉം ആണ് ശരി. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, 1 and 3. Next, which of the following statements about ITR 4
ആർ കറക്റ്റ്. നമ്മുടെ സുഖം ITR 4 ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് മീൻ ഫോർ ഇൻഡിവിജ്വൽസ് HUF firms other than LLP under presumptive taxation scheme. ശരിയല്ലേ? presumptive taxation scheme ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിനും HUFനും ഫേംസ് LLP അല്ലാത്ത ഫേംസിനും ആപ്ലിക്കബിൾ ആണ് ITR 4. ശരിയാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഇഫ് ദ ടേൺ ഓവർ എക്സീഡ്സ് 2 crore. എന്താണ്? 2 കോടിയിലധികം ടേൺ ഓവർ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഒരു ലിമിറ്റ് ഉണ്ട്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ആയതുകൊണ്ട് തന്നെ 2 കോടിക്ക് താഴെ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഫോറിൻ അസറ്റ് ഓർ ഇൻകം. എന്താണ്? ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ ഉള്ള ആളുകൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. It is applicable only if total income does not exceed 50 lakh. എന്താണ്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ എക്സീഡ് ആയില്ല എങ്കിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ശരിയാണ്, കറക്റ്റ് ആണ്, അതിനകത്ത് പറയുന്നുണ്ട്. സോ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നായിരുന്നു ചോദ്യം. 1, 3, 4 ആണ് കറക്റ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. Next, which of the following statements about ITR 6 and ITR 7 are correct? ITR 6ഉം 7യും സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത്. ITR 6 is used by companies claiming exemption under section 11. എന്താണ്? ITR 6 യൂസ് ചെയ്യുന്നത് എക്സംഷൻ സെക്ഷൻ 11 പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യുന്ന കമ്പനീസ് ആണ് എന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റാണ്. ക്ലെയിം ചെയ്യാത്ത കമ്പനീസ് ആണ് ITR 6 യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ്, ITR 6 must be filed electronically with digital signature. ITR 6 കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും ഇലക്ട്രോണിക്കലി തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഡിജിറ്റൽ സിഗ്നേച്ചറും വേണമെന്ന് നിർബന്ധമാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then ITR 7 is applicable to political parties, research institutions and trust. എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസിനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ട്രസ്റ്റിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ITR ഏതാണ്? ITR 7 തന്നെയാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ITR 7 can be used by individuals with presumptive income under section 44D. എന്താണ്? പ്രിസംപ്റ്റീവ് ഇൻകം ഉള്ളവർ ഏതാണ്? ITR 4 ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 2, 3 ആണ് ശരി. സോ ആൻസർ ഇസ് ഓപ്ഷൻ A, 2 and 3. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ITR 2 ആർ കറക്റ്റ്? ITR 2വുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഏതാണ്? ITR 2 ക്യാൻ ബി ഫയൽഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് വരുമാനമുള്ള ഇൻഡിവിജ്വൽസിന് ITR 2 ഫയൽ ചെയ്യാമല്ലോ. ITR 2ൽ എന്തേ പറയുന്നുള്ളൂ? PGBPയിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിൽ ITR 2 ഫയൽ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഇൻകം ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിന് ITR 2 ഫയൽ ചെയ്യാം. സോ ITR 2 ക്യാൻ ബി ഫയൽഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ITR 2 ആർക്കും ആപ്ലിക്കബിൾ ആണ്? HUFനും ആപ്ലിക്കബിൾ ആണ്. ITR 2 can be used by individuals having income from business or profession. എന്താണ്? PGBPയിൽ നിന്നും വരുമാനമുള്ള ഇൻഡിവിജ്വൽസിനും ITR 2 ആപ്ലിക്കബിൾ ആണ്. തെറ്റാണ്. PGBPയിൽ നിന്നും ഇൻകം ഉള്ളവർക്ക് ഏത് ITR ആണ്? ITR 3 ആണ് അല്ലേ? സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് വൺ, ഇറ്റ് കവേഴ്സ് ഇൻകം ഫ്രം ഫോറിൻ അസറ്റ് ഓർ ഫോറിൻ ഇൻകം. ഫോറിൻ അസറ്റോ ഫോറിൻ ഇൻകമോ ഉണ്ടെങ്കിൽ ITR 2 ഫയൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ റൈറ്റ്. സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാ ചോദിച്ചേക്കുന്നത്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ തെറ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 3 only. Next, which of the following statements related to eligibility of ITR 1 are incorrect? ITR 1ന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, റെസിഡന്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻകം അപ് ടു 50 lakh ക്യാൻ ഫയൽ ITR എന്നാണ്. റെസിഡന്റ് ഇൻഡിവിജ്വൽസിനാണ് 50 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർക്ക് ITR 1 ഫയൽ ചെയ്യാം. ശരിയാണ്, കറക്റ്റ് എലിജിബിലിറ്റി ആണ് പറയുന്നത്. സെക്കൻഡ്,
ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഇൻകം ഫ്രം ബിസിനസ് ക്യാൻ ഫയൽ ITR 1. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമുള്ള ഇൻഡിവിജ്വൽസിന് ITR 1 ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അവർ ITR 3 ആണ് ഫയൽ ചെയ്യേണ്ടത്. ITR 1 പറ്റില്ല. അഗ്രികൾച്ചറൽ ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് 5,000 ഫോർ ITR 1. അഗ്രികൾച്ചറൽ ഇൻകം 5,000 രൂപയ്ക്ക് താഴെയാണ്, അതായത് 5,000 രൂപ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ITR 1 ഫയൽ ചെയ്യാം. ശരിയാണ്. ഇൻഡിവിജ്വൽസ് ഹു ആർ ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി കനോട്ട് ഫയൽ ITR 1. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, അവർക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ITR 2 ഓപ്റ്റ് ചെയ്യണം. ഇത് ശരിയാണ്. സോ ഏതൊക്കെയാണ് തെറ്റെന്ന് ചോദിച്ചേക്കുന്നത്? തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ B, 2 only. Next statement, which of the following statements about ITR 5 are incorrect? ITR 5 ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ITR 5 can be filed by partnership firm and LLP. നമുക്കറിയാം ITR 5 എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം, LLP, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, AOP, BOI അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സോ ITR 5 പാർട്ട്ണർഷിപ്പ് ഫേംസിനും LLPക്കും ഫയൽ ചെയ്യാം. ശരിയാണ്. ITR 5 is meant for individuals and HUF. ഇൻഡിവിജ്വൽസിനും HUFനും ITR 1 ഉണ്ട്. റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് 2 ഇൻഡിവിജ്വൽസ് ആൻഡ് HUF, 3 ഇൻഡിവിജ്വൽസ് ആൻഡ് HUF, 4 ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. ഇൻഡിവിജ്വൽസിനും HUFനും ഇത്രയും അധികം ഉണ്ട്. 5 ആർക്കില്ല? ഇൻഡിവിജ്വൽസിനും HUFനും ഇല്ല. തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ITR 5 requires detailed financial information including balance sheet. ആവശ്യമാണ് അല്ലേ? കാരണം ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമും LLPയും ഒക്കെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കാണിക്കാവുന്ന എല്ലാത്തിലും ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കാണിക്കേണ്ടതായിട്ടുണ്ട്. സോ ITR 5ലും കാണിക്കണം. ശരിയാണ്. ITR 5 ക്യാൻ ബി ഫയൽഡ് ബൈ ബിസിനസ് ട്രസ്റ്റ്. ബിസിനസ് ട്രസ്റ്റുകൾ ITR 5 തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ ITR 7. അപ്പോൾ ബിസിനസ് ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ITR 5 തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. സോ ഏതൊക്കെയാണ് ഇൻകറക്റ്റ്? രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ തെറ്റില്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ B, 2 only. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ITR 1 അസേർഷൻ എന്താ പറയുന്നത്? ITR 1 ക്യാൻ ബി ഫയൽഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഇൻകം ഫ്രം സാലറി ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. എന്താണ്? സാലറിയിൽ നിന്നുള്ള ഇൻകം ഉള്ളവർക്കും ക്യാപിറ്റൽ ഗെയിനിൽ നിന്നുള്ള ഇൻകം ഉള്ളവർക്കും ITR 1 ഫയൽ ചെയ്യാം. തെറ്റല്ലേ? സാലറിയിൽ നിന്നുള്ള ഇൻകം ഉള്ള ഇൻഡിവിജ്വൽസിന് ഫയൽ ചെയ്യാം. ഓക്കെ. ക്യാപിറ്റൽ ഗെയിൻ ITR 1 ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ്, ഇതാണ് ITR 1 ഫയൽ ചെയ്യാൻ പറ്റുന്നത്. സോ അസേർഷൻ തന്നെ തെറ്റാണ്. റീസൺ എന്താണ്? ITR 1 അലൗസ് ഫയലിംഗ് ഫോർ ഇൻകം ഫ്രം സാലറി. ഓക്കെ, ശരിയാണ്. വൺ ഹൗസ് പ്രോപ്പർട്ടി ശരിയാണ്. ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാപിറ്റൽ ഗെയിൻ ശരിയാണ്. സോ റീസൺ എന്താണ് പറയുന്നത്? ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ? സോ ഇപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? അസേർഷൻ തെറ്റും, റീസൺ ശരിയും. ഓപ്ഷൻ D, A is false but R is true. Next, ITR 3 is used by individuals who have income from business or profession. എന്താണ്? PGBPയിൽ നിന്ന്, ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനമുള്ള ഇൻഡിവിജ്വൽസ് യൂസ് ചെയ്യുന്നത് ITR 3 ആണ്. വളരെ ശരിയാണ് അല്ലേ? അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ITR 3. റീസൺ, ITR 3 requires disclosure of profit and loss statement, balance sheet details, audit report if applicable. നമുക്കറിയാലോ PGBPയിൽ നിന്നുള്ള വരുമാനം ഉണ്ടോ, അവിടെ അങ്ങനെയുള്ള എല്ലാ ITRലും നമ്മൾ എന്ത് കാണിക്കണം? ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സ്റ്റേറ്റ്മെന്റും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കാണിച്ചിരിക്കണം. സോ റീസൺ ശരിയാണ്. ആൻഡ് അസേർഷനും റീസണും കണക്റ്റഡ് ആണ്. സോ ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് A and R are true and R explains A. നെക്സ്റ്റ് അസേർഷൻ എന്താ പറയുന്നത്? ITR 4 is suitable for individuals with income from capital gain and foreign asset. ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് വരുമാനമുള്ളവർക്കും
ഫോറിൻ അസറ്റ് ഉള്ളവർക്കുമാണ് എന്തുള്ളത് ITR 4 ഉള്ളത്. ITR 4 ആർക്കാണുള്ളത്? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്കാണ് എന്തുള്ളത് ITR 4 സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ അസേർഷൻ തെറ്റാണ്. Reason: ITR 4 is used by individuals opting for presumptive taxation scheme with income up to 50 lakh. ശരിയല്ലേ? ശരിയാണ്. സോ അസേർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ് അല്ലേ? അപ്പോൾ അസേർഷൻ ഈസ് ഫോൾസ്, എ ഈസ് ഫോൾസ്, ഓപ്ഷൻ സി എ ഈസ് ഫോൾസ് ബട്ട് ആർ ഇസ് ട്രൂ. നെക്സ്റ്റ് അസേർഷൻ എന്താ പറയുന്നത്? ITR 7 is filed by charitable trust and political parties. ITR 7 ഫയൽ ചെയ്യുന്ന ആരാണ്? ചാരിറ്റബിൾ ട്രസ്റ്റും പൊളിറ്റിക്കൽ പാർട്ടീസും, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ITR 7. ശരിയാണ്. ITR 7 requires details of income application and exemption claimed under specific section. എന്താണ്? ശരിയാണ് അല്ലേ? ITR 7നകത്ത് എന്ത് വേണം? നമ്മൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും അവർക്ക് എന്തൊക്കെ എവിടെ നിന്നുള്ള ഇൻകം ആപ്ലിക്കേഷൻ ആണുള്ളത്, എക്സംഷൻ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്തെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കാണിക്കണം. സോ റീസണും എന്താണ്? ശരിയാണ്. ഇവരുടെ ITR 7ന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സോ എന്താണ്? ബോത്ത് A and R are true and R explains A. സോ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ്, മാക്സിമം പറ്റാവുന്ന ചോദ്യങ്ങൾ അത്രയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഓരോ ITRും ആരൊക്കെയാണ്, ഏതൊക്കെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അതൊരു ടാബുലാർ ഫോമിൽ നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമുക്കിവിടെ ടാബുലാർ ഫോമിൽ ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി പറഞ്ഞു തരുമ്പോൾ അത് അത്രയും എഫക്റ്റീവ് ആവില്ല. ഒരു ടേബിൾ വരച്ച് ജസ്റ്റ് പറഞ്ഞു തരാവുന്നതേ ഉള്ളൂ അത്. പക്ഷെ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്റ്റഡി നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടേബിൾ വരച്ചിട്ട് ഓരോ ITRും ആർക്ക് ആപ്ലിക്കബിൾ, ഏത് സോഴ്സ് ഓഫ് ഇൻകം എന്ന് എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.